ദുബായിൽ സന്ദർശക വിസ നിയമം കർശനമാക്കിയതോടെ സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ് പുതിയ വിസയിൽ തിരിച്ചെത്താനായി ബഹ്റൈൻ അടക്കമുള്ള GCC രാജ്യങ്ങളിൽ എത്തിയവർ കുടുങ്ങി. ദുബായിലേക്ക് തിരിച്ചു പോകാനാകാതെ ഇങ്ങനെ നിരവധി പേർ ബഹ്റൈൻ എയർപോർട്ടിൽ 3 ദിവസമായി കുടുങ്ങിക്കിടക്കുകയാണ്. സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർ എക്സിറ്റ് അടിച്ച് ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളിലെത്തി വീണ്ടും പുതിയ വിസ എടുത്ത് UAE തിരിച്ചെത്തുകയായിരുന്നു ഇതുവരെ. സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ചെലവ് കൂടുതലായതിനാലാണ് ഇങ്ങനെ എക്സിറ്റ് അടിക്കാനായി GCC രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ദുബായ് ഇമിഗ്രേഷൻ അധികൃതർ കഴിഞ്ഞ ആഴ്ച മുതൽ നിയമം കർശനമാക്കിയതോടെ ഇങ്ങനെ എത്തിയവർ വെട്ടിലായി. ദുബായിലേക്ക് ടൂറിസ്റ്റ് സന്ദർശക വിസക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റും അപ്ലോഡ് ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശം. QR കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയോ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ രേഖകളോ ആണ് നൽകേണ്ടത്. കൂടാതെ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണം. എന്നാൽ പുതിയ വ്യവസ്ഥകൾ അറിയാതെയാണ് മലയാളികളടക്കം എക്സിറ്റ് അടിക്കാനായി ടിക്കറ്റ് എടുത്ത് ബഹ്റൈനിലെത്തിയത്. ദുബായിലേക്ക് പുതിയ സന്ദർശക വിസയ്ക്ക് അപേക്ഷിച്ച ഇവരുടെ എല്ലാം അപേക്ഷ നിരസിക്കപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവരിൽ ഭൂരിഭാഗവും ഇമിഗ്രേഷനിൽ രേഖകൾ ഹാജരാക്കി ഇന്ത്യയിലേക്ക് പോകുകയാണ്. എന്നാൽ പലരുടെയും കൈവശം ആവശ്യത്തിന് പണമില്ലാതിരുന്നതിനാൽ ടിക്കറ്റ് എടുക്കാൻ സാധിച്ചില്ല. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ഭക്ഷണത്തിനും ബുദ്ധിമുട്ടി. നിയമത്തിൽ വന്ന മാറ്റം സംബന്ധിച്ച് ട്രാവൽ ഏജൻസികൾ അറിയിച്ചിരുന്നില്ലെന്ന് യാത്രക്കാർ പറയുന്നു.